ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പൻ്റെ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചി കാരണമാണ് ശ്രുതി വീട് വിട്ടു പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഷോൾഡർ കേട്ട് പിടിക്കുകയാണ് നമ്മുടെ ശ്രുതി. ഈ ഒരു സമയത്ത് രവിയും ശ്രീകാരനും അടക്കം എല്ലാവരും തന്നെ സച്ചിയെ ശ്രുതിയെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കേണ്ട അവസാനം ഇരുവരും പിടിപിടിച്ചതിന് ശേഷം രവി ചോദിക്കുകയാണ്, എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല ശിവൻ പറയുന്നത് കേട്ടില്ലേ, ഇവൻ്റെ ഭാര്യ കാണാതെ പോയത് ഞാൻ കാരണമാണെന്ന്. ഇവൻ പണിയില്ലാതെ പാർക്കിൽ പോയി നടന്ന് നുണയും പറഞ്ഞ് നടന്നിട്ടില്ല അവൻ്റെ ഭാര്യയെ കാണാതായത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും ചന്ദ്രയും സച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അതായത് വർഷയാണെങ്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇദ്ദേഹത്തിന് ആളുകളോട് പെരുമാണ്ട രീതി എങ്ങനെയാണെന്ന് അറിയില്ല, ഇതിപ്പോൾ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, അത് ഇവർക്കിടെ ഇടയിലുള്ള പേഴ്സണൽ ഇഷ്യൂ അല്ലായിരുന്നോ, ശ്രുതിയേട്ടൻ ജോലിക്ക് പോകുന്നില്ല എന്നാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്താണ് കുഴപ്പം, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നോക്കിയാൽ പോരെ എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് നിന്റെ ഭാര്യയോട് മിണ്ടായിരിക്കാൻ പറ എന്നൊക്കെ സച്ചി പറയുകയാണ്. വേഗം തന്നെ ശ്രീകാന്ത് പറയുകയാണ്, അവൾ പറഞ്ഞതിൽ എന്താണ് ഏട്ട തെറ്റ്, അങ്ങനെയല്ലേ വേണ്ടത്, എന്നൊരു കാര്യം അറിഞ്ഞപ്പോൾ അത് അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ വന്ന് പറയണം, അച്ഛൻ മുഖേന ശ്രുതിയടുത്തോട് സംസാരിക്കായിരുന്നു, ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാവുകയില്ലായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് 90% ഇവൻ്റെ ഭാര്യയുമാണ് കുഴപ്പക്കാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനമ്മ ഇപ്പം എൻ്റെ പേര് പറഞ്ഞ് ഞാനിവിടെ മിണ്ടായിരിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ രവി പറയുന്നുണ്ട്, ഇപ്പം ഇതല്ലല്ലോ ഇവിടുത്തെ സംസാര വിഷയം, എങ്ങനെയെങ്കിലും ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരണം. പിന്നെ സച്ചി നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുന്നത് ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഈ ഒരു തെറ്റ് തന്നെയല്ലേ ഇദ്ദേഹത്തിന്റെ ഏട്ടനും ശ്രുതിയും ഞങ്ങളോട് ചെയ്തത്, ഞാൻ വള പണയം വെക്കാൻ പോയ കാര്യവും ഇദ്ദേഹത്തിന് ജോലിയില്ല എന്ന കാര്യവും ഇതുപോലെ എല്ലാവരും മുന്നിൽ വെച്ചല്ലേ ഇവർ തുറന്നു പറഞ്ഞത്, ആ ഒരു സമയത്ത് ഞങ്ങൾ കളിയാക്കുകയും ചെയ്തു, അപ്പോൾ ഒന്നും ഇല്ലാത്ത ഈ ഒരു നിയമം ഇപ്പം എന്തിനാ അച്ഛൻ ഇവർ പറയുന്നത് എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് സച്ചി പറയുകയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക രേവതി, നീ ഒരു വക്കീലാവേണ്ടവളായിരുന്നു, കൃത്യമായ നിയമം തന്നെയാണ് നീ പറഞ്ഞത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, ഇപ്പം നിയമവും കാര്യങ്ങളും നോക്കണ്ട, എങ്ങനെയെങ്കിലും ശ്രുതിനെ വിളിച്ചുകൊണ്ട് വാ, മോനെ ശ്രുതി നീ എങ്ങനെയെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിലും അവളെ കൂട്ടിക്കൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ പറഞ്ഞു വിടാൻ നോക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ സച്ചിയോടും പറയുന്നുണ്ട്, സച്ചി നീ കൂടെ പോയിട്ട് വരാൻ പറയുമ്പോഴത്തേക്ക് എന്തിനു ഞാൻ പോകണം, എൻ്റെ ഭാര്യ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കാണാതെ പോയത് ഇവൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും പറയരുത് സച്ചി, നീ പോകണം, നീയും കൂടെ കാരണമാണ് ശ്രുതി വീട് വിട്ടു പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് തന്നെ ശ്രുതിയുടെ കൂട്ടത്തിൽ സച്ചിയെ പറഞ്ഞു വിടുവാനിട്ട്. അങ്ങനെ ഇരുവരും കൂടി ശ്രുതിയെ അന്വേഷിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിലും ഇവർ തമ്മിൽ വാക്കുകൾ കൊണ്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ച് പലതവണ ശ്രുതിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, പിന്നെ ഏത് സമയത്ത് അവൾ വിളിച്ചിട്ട് കാര്യമുണ്ടോ, നീ ഒരു കാര്യം ചെയ്ത് അവളുടെ കൂട്ടുകാരല്ലേ പാർലറിലേക്ക് വിളിച്ചു നോക്ക്, അതെങ്ങനെ കുറേ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ബുദ്ധിയില്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പാർലറിലേക്ക് വിളിക്കുന്ന സമയത്ത് ശ്രുതി ഇവിടെ വന്നിരുന്നുവെന്നും ഇവിടെ കളക്ഷൻ വെച്ചിരുന്ന തുക എടുത്തുകൊണ്ട് ഒരു ബസ് ബുക്ക് ചെയ്ത് പോയി എന്നും പറയാണ്. ബസ് എങ്ങോട്ടാണ് ബുക്ക് ചെയ്തതെന്നൊക്കെ ഈ പാർലറിലുള്ള സ്റ്റാഫ് പറയുന്നുണ്ട്. അപ്പോൾ കോള് കട്ട് ചെയ്തതിന് ശേഷം സച്ചി ശ്രുതിയെ കളിയാക്കൊണ്ട് സംസാരിക്കുകയാണ്, അവൾ രക്ഷപ്പെട്ടു പോയതാണ്, അവൾക്ക് നല്ല സമയം തെളിഞ്ഞു, ഈ പാർക്കിൽ കടന്നുറങ്ങുന്ന നിന്നെയൊക്കെ അവൾക്ക് എന്തിനാ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന സമയത്ത് ശ്രുതി നേരെ ചന്ദ്രയെ വിളിക്കാണ്ട്, എന്തിനാമ്മ എൻ്റെ കൂടെ ഇവനെ പറഞ്ഞു വിട്ടത്, ഇവനാണെങ്കിൽ എനിക്ക് ചെവിതല തരുന്നില്ല, എന്നെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ ശ്രുതി തിരിച്ചു വരില്ല എന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പം അവൻ പറയുന്നത് നീ കേക്ക്, ഇവിടെയുള്ള ഓടുവഴികളൊക്കെ അവനല്ലേ അറിയാവുള്ളൂ, നിന്നെക്കൊണ്ട് തന്നെ ഒന്നിനും ആവില്ല ശ്രുതി, അവൻ്റെ സഹായം നിനക്കിപ്പോൾ ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ നീ മിണ്ടായിരുന്നു അവൻ്റെ കൂടെ ചെല്ലേ, ശ്രുതിനെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് നമുക്കിത് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ശ്രുതി കോള് കട്ട് ചെയ്യുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മയെ വിളിച്ച് കുറ്റം പറയാനുള്ള, പണ്ട് നീ ഇങ്ങനെ തന്നെയായിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് നീയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് രേവതി വിളിക്കുന്നത്. രേവതി വിളിച്ചിട്ട് ശ്രുതിയെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പലചരക്ക് കടയിൽ വെച്ചിരിക്കുന്ന സാധനമാണ് ഈ ശ്രുതി എന്ന് പറയുന്നത്. ഇപ്പം ഇവൻ പാർലറിലേക്ക് വിളിച്ചിരുന്നു, അവിടെ ചെന്നിട്ട് അവൾ കളക്ഷൻ വെച്ചിരുന്ന പൈസയൊക്കെ മേടിച്ചുകൊണ്ട് ബസ് വിളിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ആ നാടിൻ്റെ പേരൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചേട്ട അത് നമ്മുടെ അച്ചാമ്മയുടെ നാടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചാമ്മയുടെ നാടിനോട് ചേർന്നുള്ള നാടാണ്, രേവതി നീ ഒരു കാര്യം ചെയ്യുക, അവിടെ വെച്ചിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് നീ എൻ്റെ കൂടെ അത്രയും ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയും കൂടെ ശ്രുതിയെ അന്വേഷിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ജംഗ്ഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് രേവതിയെ കണ്ടുകൊണ്ട് സച്ചി വണ്ടി നിർത്തുകയാണ്. വണ്ടി നിർത്തിയതിന് ശേഷം ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിട്ട് ശ്രുതിനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി ചോദിക്കുന്നത് ഞാനെന്തിനു പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, ഞാൻ പുറകിലിരുന്നോളാം, അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. വേഗം തന്നെ സച്ചി പറയും, ഇവൻ എന്താ എൻ്റെ ഭാര്യയാണോ, ഇറങ്ങട പുറത്തേക്ക്, നീ പുറകിൽ പോയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ നിർബന്ധിച്ച് എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി പുറകത്തെ സീറ്റിലേക്ക് കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇരുവരും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ശ്രുതിക്ക് അങ്ങ് തീരെ പിടിക്കില്ല കേട്ടോ. എന്നിരുന്നാലും സൈ കെട്ടുന്ന ശ്രുതി അവിടെ വണ്ടിയിലിരിക്കുകയാണ്. വണ്ടി കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഒരു പെട്ടിക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് സച്ചി കുറച്ച് സ്നാക്സ് മേടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രാവിലെ തൊട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, രേവതി നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്താ ടൂറാണ് പോകുന്നത്, നമ്മൾ ശ്രുതിനെ അന്വേഷിച്ച് പോകുന്നല്ലേ സച്ചിയായിട്ടെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അല്ല ദേവതി എനിക്കൊരു ഡൗട്ടുണ്ട്, അവൾ ഇനി വക്കീലിനെ കാണാൻ പോയതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ വക്കീലിനോ എന്തിന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സത്യക്കളം കറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ഇവനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സിന് വക്കീലിനെ കാണാൻ പോയതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയായിട്ട് നിങ്ങളൊന്നും മിണ്ടായിരിക്കുമെന്ന് രേവതി പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. സച്ചിയുടെ വാക്കുകൾക്കായിട്ട് ഇടയ്ക്ക് വെച്ച് കാറിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സച്ചി പറയുന്നുണ്ട്, 10 പൈസ പോലും കയ്യിലെടുക്കാനില്ലാത്ത നീ എങ്ങനെ പോയി അവളെ അന്വേഷിക്കും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയുടെ സഹായമില്ലാതെ തനിക്ക് ശ്രുതിയെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള ബോധ്യം ശ്രുതിക്കുള്ളത് കൊണ്ട് തന്നെയും എല്ലാം സഹിച്ച് മിണ്ടാതിരിക്കേണ്ട നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതിനെ അന്വേഷിച്ച് യാത്ര പോകുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.